ഒരു ദിവസം മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടാണ്, എന്ത് മാറ്റം അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മാറ്റങ്ങളൊന്നുമില്ല. ആ സ്കൂളില് ഗ്രൗണ്ട് കൊണ്ടുവരാൻ പറയും. അടുത്ത് തന്നെ സ്കൂൾ ടൈം കുറയ്ക്കാൻ പറയും. കുറക്കണം, ഉച്ചവരെ ആക്കണം. ഉച്ചല്ല, അങ്ങനല്ല, ഒരു 2:30 മതി. പിന്നെ ബുക്കിന്റെ ഒക്കെ വെയിറ്റ് കുറക്കാം. എനിക്ക് തോന്നിക്കുന്നത് കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തില്. ഓൺലി പഠിപ്പല്ലാതെ സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരുമിച്ച് കൊണ്ടുവരണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടിയും ജോബ്സ് ഓറിയന്റേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പം പഠിപ്പിന്റെ ഒപ്പം കുറച്ചുകൂടി നല്ലതായി തോന്നിയിട്ടുണ്ട്. TV ഒക്കെ കൊണ്ടുവരും, റോബോട്ടൊക്കെ ആയിരിക്കും പഠിപ്പിക്കുക സ്കൂളിൽ. റോഡൊക്കെ വേണമെങ്കിൽ നന്നാക്കും. മാലിന്യ സംസ്കരണം അത് തന്നെയാണ് മെയിൻ പോയിന്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ എല്ലാ ജില്ലകളിലുള്ള മാലിന്യ സംസ്കരണത്തിൽ ഒരു പുതിയ നിയമവ്യവസ്ഥ എങ്ങാനും കൊണ്ടുവരാം. നമ്മുടെ നിയമത്തിലത്തെ കുറച്ച് റൂൾസ് ഒക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കണം എന്നുണ്ട്. ഏത് റൂളാ? ഈ പോക്സോ കേസസും അതുപോലെ തന്നെ സെക്ഷൽ ഹരാസ്മെന്റ്സിനുള്ള കൂടുതൽ വകുപ്പുകളുണ്ടല്ലോ, അതിലേക്കൊക്കെ കുറച്ചും കൂടി ഒരു ശിക്ഷാ നിയമങ്ങളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അങ്ങനെ ഒരു പോയിന്റ് കൊണ്ടുവരണമെന്നുണ്ട്. അത് ഇപ്പൊ കൊണ്ടുവരാണെങ്കിൽ തന്നെ കുട്ടികളുടെ ഈ സിലബസ് വെയിറ്റേജ് കുറയ്ക്കാൻ നോക്കുക. അതാണ് ഞാൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത് മാത്രമാണ്. ഞാൻ പറഞ്ഞാല് ഇപ്പം ഓൺ എക്സാമും ക്രിസ്മസ് എക്സാമും ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് സർക്കാർ ഇടും. പക്ഷേ മോഡൽ എക്സാമും ബോർഡ് എക്സാം വരുമ്പോഴത്തേക്കും ഭയങ്കര കട്ടിയാക്കും, JEE ലെവൽ. അപ്പം ഓൺ എക്സാം തൊട്ട് സീരീസ് എക്സാം ആണെങ്കിലും മോഡൽ എക്സാം ആണെങ്കിലും ഒരേ വെയിറ്റേജിൽ ഒരേ ടഫ്നെസ്സിൽ, അതായത് ബോർഡ് എക്സാമിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇടണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കും.